സെന്റൻസുകൾ നമുക്ക് എഴുതിയതിനു ശേഷം അതിന്റെ ടാഗ് എങ്ങനെ നിർമ്മിക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ടാഗ് നിർമ്മിക്കുന്നത് എങ്ങനെ എന്ത് ചെയ്യാം നോക്കാം. എന്താ ഞാനിവിടെ അപ്പോൾ ആ ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലറിയെ കുറിച്ച് പറഞ്ഞു, സെന്റൻസ് നെഗറ്റീവ് ആകുന്നതിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് 2-3 സെന്റൻസുകൾ നമുക്ക് എഴുതിയിട്ട് എങ്ങനെ ടാഗ് നിർമ്മിക്കാം നോക്കൂ. ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതുകയാണ്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഇങ്ങനെയായിരിക്കും സെന്റൻസ് വരിക. അപ്പൊ നമ്മൾ നോക്കുന്നു ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഈ സെന്റൻസ് എന്താ പോസിറ്റീവിലാണ്. എന്താണ് കാരണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ ഇവിടെ എന്തില്ല, നെഗറ്റീവ് ആക്കുന്ന ഒരു വേർഡും ഇതിനകത്തില്ല. ഉണ്ടോ? ഇല്ല. നെഗറ്റീവ് ആക്കുന്ന ഒറ്റ വേർഡും ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഇനി ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാണ്? ആം എന്ന് പറയുന്നതാണ് ഓക്സിലറി. ഈ സെന്റൻസ് ഇപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ ടാഗ് നെഗറ്റീവിൽ എഴുതണം. നെഗറ്റീവ് ടാഗ് എഴുതുന്നതിന് ആം എന്ന ഓക്സിലറിയോട് നോട്ട് ചേർക്കണം. നമുക്കൊന്ന് ചേർത്ത് നോക്കാം. ആം പ്ലസ് നോട്ട്. ആം പ്ലസ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ടാഗ് എഴുതുമ്പോൾ അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ ആറിൻ്റെ എന്ന് എഴുതണം. അപ്പോൾ ഇവിടുത്തെ ടാഗിൽ എന്താ പറയേണ്ടത്? ആറിൻ്റെ എന്നാണ് വരേണ്ടത്. എൻ അപ്പോസ്ട്രോഫി ടി. ഇനി ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ്. ടാഗിൽ എപ്പോഴും സബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കണം. ടാഗിൽ എപ്പോഴും സബ്ജക്ട് എന്തായിരിക്കണം? പ്രോനൗൺ ആയിരിക്കണം. ആ പ്രോനൗൺ ഇവിടെ ഇപ്പോൾ എന്താണ്? ഐ എന്നാണ്. ഐ നമുക്ക് അതുപോലെ എഴുതാം. ഇതാണ് ഇതിന്റെ ആൻസർ. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ ആമിന്റെ നെഗറ്റീവ് ആറിൻ്റെ എന്നാണ്. ആമിന്റെ നെഗറ്റീവ് എന്താണ്? ആറിൻ്റെ. അടുത്ത് നോക്കൂ. വി പ്ലേ ഫുട്ബോൾ. വി പ്ലേ ഫുട്ബോൾ. നോക്കൂ, ഈ സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്നതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ഈ സെന്റൻസിനകത്ത് ആമീസ് ആർ വാസ് വെയർ ഹാസ് ഹാവ് ഹാഡ് ഡു ഡസ് ഡിഡ് തുടങ്ങിയ ഓക്സിലറിയുടെ വെർബുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. പകരം ഇവിടെ വെർബ് കിടപ്പുണ്ട്. ആ വെർബ് ഏതാ? പ്ലേ എന്ന വെർബാണ്. വെർബ് ഏതാ? പ്ലേ ആണ്. ആ പ്ലേ എന്ന വെർബ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓക്സിലറി ഡു ഡസ് ഡിഡ് ഇവയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് ആ വെർബിന്റെ ടെൻസിനനുസരിച്ചാണ്. ഇവിടുത്തെ വെർബ് ഏതാ? പ്ലേ ആണ്. പ്ലേ എന്ന് പറയുന്നത് പ്രസന്റ് വെർബാണ്. അത് ഡു ഫോം വെർബാണ്. അതിനാൽ ഇവിടെ എടുക്കേണ്ട ഓക്സിലറി വെർബ് ഡു ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഡു എന്ന വെർബ് എഴുതണം. ഡു ഉണ്ടല്ലോ. ഡു. എന്തുകൊണ്ടാണ് ഇവിടെ ഡു എഴുതേണ്ട കാരണം എന്താ? ഇതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ ഓക്സിലറി വെർബ് ഇല്ലാതെ വെർബ് മാത്രമായി വരുന്ന സെന്റൻസ് ഉണ്ട്. അവിടെ നമ്മൾ ടാഗ് നിർമ്മിക്കുന്നതിന് ഡു ഡസ് ഡിഡ് ഉപയോഗിക്കണം. ഡു ഡസ് ഡിഡ് ഉപയോഗിക്കണം. ഇവിടുത്തെ വെർബ് ഏതാ? പ്ലേ എന്നതാണ്. പ്ലേ എന്ന് പറയുന്നത് എന്ത് വെർബാണ്? പ്ലേ എന്ന് പറയുന്നത് എന്ത് വെർബാണ്? പ്രസന്റ് ആണ്. പ്രസന്റ് പ്ലൂറൽ ആണ്. അതിനാൽ ഡു എന്ന ഓക്സിലറി എടുക്കണം. ഇനി ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്ന ഏതെങ്കിലും വേർഡ് ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? നോട്ട് ചേർക്കണം. അങ്ങനെ ഡുവിനോട് നോട്ട് ചേർത്ത് ഡോണ്ട് എന്ന് എഴുതണം. ഡോണ്ട്. ഇവിടുത്തെ സബ്ജക്ട് ഏതാ? വി ആണ് ഇവിടെ ഉള്ളത്. ആ വി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ റിപ്പീറ്റ് ചെയ്യണം. ഇത് പ്രോനൗൺ ആണ്. ഡോണ്ട് വി എന്ന് എഴുതണം. ഡോണ്ട് വി. എന്നിട്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ഇതാണ് ഇതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു സെന്റൻസിനകത്ത് ഓക്സിലറി ഉണ്ടെങ്കിൽ ആ ഓക്സിലറി എന്ത് ചെയ്യണം? എടുത്ത് അതിനോട് നോട്ട് ചേർക്കണം. ഒരു സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ ആ വെർബിന്റെ ഫോം ഏതാണെന്ന് നോക്കണം. അത് പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, പിന്നെ എന്താണോ? എന്താ പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ? പ്രസന്റിൽ തന്നെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. അത് പ്രസന്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു ഉപയോഗിക്കണം. പ്രസന്റ് സിംഗുലർ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഡസ് ഉപയോഗിക്കണം. പിന്നെ അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? നോക്കൂ, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ. എങ്കിൽ അത് ഡിഡ് ഉപയോഗിക്കണം. അതായത് പ്ലേ എന്ന് വന്നാൽ ഡു എന്നും, പ്ലേസ് എന്ന് വന്നാൽ ഡസ് എന്നും, പ്ലേഡ് എന്ന് വന്നാൽ ഡിഡ് എന്നുമുള്ള ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് സബ്ജക്ട് റിപ്പീറ്റ് ചെയ്യണം. പറഞ്ഞ മനസ്സിലല്ലോ? ഇത് കുറച്ച് കാര്യം മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പഠിക്കുക, ഇത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനൽ.